അപ്പോൾ ഞങ്ങൾ ഇന്ന് അതാ ഒരു സ്ഥലം വരെ പോകട്ടെ. ഞങ്ങൾ നബിദിനായിട്ട് ഞങ്ങളെ നാട്ടിലൊരു റോട്ടിലൊരു സംഭവമുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വെച്ചിട്ട് എല്ലാവർക്കും കാണിച്ചു തരാനായിട്ട് ഞങ്ങൾ പോകട്ടെ. അതിന് എല്ലാവരും കൂടെ അപ്പോൾ ഇത് ആദ്യം മുതൽ റെഡിയായി. ഇപ്പോൾ ഞങ്ങളിതാ സെറ്റായി. അപ്പോൾ ഞങ്ങൾക്ക് ഓണമൊന്നുമില്ല കേട്ടോ. ഓണത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഓണത്തിൻ്റെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളൊന്ന് പോയിട്ട് കാണിച്ചു തരാം. എല്ലാവർക്കും കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പം ഇന്ന് ഞങ്ങളെ നാട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയി. ഞങ്ങൾ വണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ പോക്കിൽ നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായ റഹ്മാനിയ മദ്രസിൻ്റെ ഫ്രണ്ടേജൊക്കെ നല്ല അലങ്കരിച്ച് കുട്ടികളെ പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ചെറിയ ചെറിയ കുട്ടികൾ, ഫാമിലി ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തെന്നലപ്പാടത്തേക്കാണ് പോയിട്ട് തെന്നലപ്പാടത്തേക്ക് എത്തിയപ്പോഴാണ് നമ്മളെ കണ്ടത്. അവിടെ ലൈറ്റ് കൊണ്ടൊരു 1.5 മണിമാളിക മൊത്തത്തിൽ പണിതിട്ടുണ്ട്. അവിടെ എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഒരു തല തൊട്ട് ആ തല വരെ ലൈറ്റ് കൊണ്ട് ഭയങ്കര സെറ്റപ്പായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരുപാട് കുട്ടികളെ കഷ്ടപ്പാടാട്ടോ. ഒരുപാട് കുട്ടികൾ രാത്രി ഉറക്കമൊഴിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്തതാട്ടത്. ഒരു ദിവസത്തെ ഒരു പ്രയത്നം എന്നല്ല, ഒരുപാട് ദിവസം അത്രയും കഷ്ടപ്പെട്ട് ഒരു തല വരെ എന്തായാലും ഒരു 1/2 കിലോമീറ്ററിൻ്റെ 1 കിലോമീറ്ററിൻ്റെ 1/2 കിലോമീറ്ററിൻ്റെ മേലെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അത്രയും ദൂരമുണ്ട്. നിലവിൽ കുറച്ച് ദൂരമൊന്നുമല്ല, 1/2 കിലോമീറ്ററോളം ഇവർ മൊത്തത്തിൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് മരങ്ങൾ വരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് പച്ച ലൈറ്റ് ഇട്ടിട്ട് മരങ്ങളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ ഇരിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അതും ഭയങ്കര സെറ്റപ്പായിട്ട് നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും ക്ലിയറായിട്ട് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ മെനക്കെടോ അല്ലെങ്കിൽ 2 ദിവസത്തെ മെനക്കെടോ ഒന്നും അല്ല കേട്ടോ. കാരണം അത്രയും നടുപ്പാടായിട്ടുള്ള റോഡ് മൊത്തത്തിൽ കമ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് മാല ബൾബൊക്കെ വെച്ച് അലങ്കരിക്കണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇവിടെ എല്ലാ കൊല്ലം ഇതേമാതിരി എല്ലാ കൊല്ലം ചെയ്യേണ്ടതാട്ടോ. ഞാൻ ഇതേമാതിരി നമ്മൾ ലോഡിറ്റൊക്കെ പോകുന്ന സമയത്തും നമ്മൾ വണ്ടിയിട്ടൊക്കെ പോകുന്ന സമയത്ത് അത് കൂടി കാണാറുണ്ട് കേട്ടോ. എല്ലായ്പ്പോഴും അവിടെ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസത്തെ അല്ലാതെ നമ്മൾ ആദ്യത്തെ കാലം തൊട്ടേ ഇവരെല്ലാ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മാത്രമല്ല, ഒരുപാട് ഫാമിലികൾ അവിടെ വന്നിട്ടുണ്ടായി കാണാനും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ഒരുപാട് തന്നെ അത്യാവശ്യം ആളുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ ആളുകൾ എന്നാലും കുറവാണ്. കാരണം നമ്മുടെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ അടുത്താണിത്. അവരൊക്കെ ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു രാത്രി ദിവസങ്ങളിലൊക്കെ ഒരുപാട് നേരം ആളുകൾ ഇവിടെ എന്നും വരലുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ പല സ്ഥലത്തു നിന്നായിട്ട് വരലുണ്ട്. അപ്പം ഞാനിതേമാതിരി വിചാരിച്ചത് ഈ പാടത്തിൻ്റെ എൻഡ് വരെ ഉള്ളുന്നുണ്ട്. പാടത്തിൻ്റെ എൻഡ് വിട്ട് കഴിഞ്ഞ് ലാസ്റ്റ് അങ്ങനെ റോഡ് കയറി അങ്ങോട്ട് ഏതാണ്ട് കുറച്ച് മേലം വരെ എത്തിയത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പം ഞാനിതേമാതിരി നമ്മളെ ഒരു പരിചയക്കാരൻ്റെ വണ്ടി അങ്ങോട്ട് കല്ലിറക്കാൻ വിട്ടപ്പോഴാണ് എന്നോട് പറഞ്ഞത് ലൈറ്റ് തീർന്നോടത്തുനിന്ന് 2ാമത്തെ വീട് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ലൈറ്റ് തീർന്നോടത്തുനിന്ന് പിന്നെയും പുതിയതായിട്ട് കെട്ടിയതുകൊണ്ട് 2ാമത്തെ വീട് കഴിഞ്ഞ് പോകാൻ ലാസ്റ്റത്തെ വീടിൻ്റെ അവിടെ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഓരോ ദിവസം തോറും ലൈറ്റ് കയറ്റി മേലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ സംഗതി എന്തായാലും ലൈറ്റിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സെറ്റപ്പായിട്ടാണ്. നമുക്കൊന്നും പറഞ്ഞറിയിക്കില്ല, അത്രയ്ക്ക് കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റാട്ടത്. നമ്മളെ നബിദിനായിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ട് നബിദിനെ കൊണ്ടാടേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ റൂട്ടിലൊക്കെ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ സാധാരണ നബിദിനത്തിന് നമ്മൾ ലൈറ്റ് ഇട്ട് ഓരോ അങ്ങാടികളും പിന്നെ ഓരോ മദ്രസിൻ്റെ ഏരിയകളും എല്ലാം നല്ല ഉഷാറായിട്ട് അലങ്കരിക്കും കേട്ടോ. കാരണം ആദ്യകാലം തൊട്ട് തന്നെ അങ്ങനെ കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ആവേശമായിട്ട് നമുക്ക് ഈ ശ്രീകൃഷ്ണജയന്തി കഴിഞ്ഞ് ഒരു കുറച്ച് ഗ്യാപ്പിലാണ് ഒരാഴ്ച ഗ്യാപ്പിലായിട്ടുണ്ട് നബിദിനം വരുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ അടുത്ത ശ്രീകൃഷ്ണജയന്തി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഐതിഹ്യപ്രകാരം 2 ഒന്നേനായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി പോവാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ആദ്യമോനും ഞാനും വൈഫും ഞങ്ങളെല്ലാവരും ഇത് നല്ല ഉഷാറായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു, നല്ല സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ സെറ്റായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നവരുടെ ഇനി ഞങ്ങൾക്ക് ആദ്യമോൻ്റെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം കേട്ടോ. നമുക്കില്ലെങ്കിൽ ശരി അവനൊരു എന്തെങ്കിലും ഒരു ഷർട്ടോ എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ ഈ ഓണവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ വലിയതായിട്ട് നമുക്ക് കാര്യങ്ങളോ ആഘോഷങ്ങളോ സന്തോഷങ്ങളായിട്ടോ ഒന്നും ഇല്ല കേട്ടോ. ഈ ഓണത്തിന് നമ്മുടെ കുട്ടീൻ്റെ സന്തോഷം അത് നമുക്ക് ഏറ്റവും. അപ്പോൾ ഞങ്ങൾ പോയി വന്നിട്ടാണ്. ഞങ്ങൾ തെന്നലപ്പാടത്തൊക്കെ കണ്ട് നല്ല ലൈറ്റൊക്കെ കണ്ട് ഞങ്ങൾ സെറ്റായി ഇതപ്പോൾ ഇപ്പോൾ വന്നിട്ടാണ്. ഞങ്ങൾക്ക് കൊല്ലം ഏതായാലും ഓണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനോ അല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കാനോ അങ്ങനത്തെ ഒരുക്കത്തിനൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏതായാലും ആദ്യമോനൊരു ഷർട്ടും കുപ്പായം ഇട്ട് വാങ്ങിക്കൊടുത്തു, എല്ലാം ഒന്നുമില്ല കേട്ടോ നമുക്ക്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഹാപ്പി ഓണം, നബിദിനാശംസകൾ. എല്ലാവരോടും നബിദിനാശംസകൾ പറയും. നബിദിനാശംസകൾ. ഓക്കെ.